ബി റജി, ഇത് കണ്ടോ, ഇത് കേട്ടോ, ഈ FIR ഇതുവരെ പരാതിയില്ലെന്നായിരുന്നല്ലോ. പരാതിയുണ്ട്, 10ഓളം പരാതികളാണ് ലഭിച്ചിരിക്കുന്നത്. ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പ്രാഥമികമായി കേസിടാനുള്ള തെളിവുകളും ലഭിച്ചു കഴിഞ്ഞു. ഇതൊന്നുമില്ലാതെ നമ്മൾ ആ ഓഡിയോ ക്ലിപ്പൊക്കെ കണ്ടതാണ്, കേട്ടതാണ്. അടൂർ പ്രകാശിനടക്കമുള്ള ചില UDF കൺവീനർക്കടക്കമുള്ള ചിലർക്കൊക്കെ അത് AI ആണെന്നുള്ള സംശയവും വ്യാഖ്യാനവും ഒക്കെ തോന്നിയേക്കാം. പക്ഷെ താങ്കൾക്ക് അങ്ങനെ തോന്നുമെന്ന് എനിക്ക് വിചാരമില്ല. ഈ FIR കണ്ടിട്ട് ഇനി എന്താകണം നിലപാട്? ഇതുവരെ പരാതിയില്ല, കേസില്ലെന്നൊക്കെയായിരുന്നല്ലോ പറഞ്ഞത്. ഇനി എന്തായിരിക്കും കോൺഗ്രസിൻ്റെ നിലപാട്? എന്താകണം കോൺഗ്രസിൻ്റെ നിലപാട്? സഹയാത്രിക നോക്കൂ, ഞാൻ അതിലേക്ക് വരാം. ഒരു കാര്യം ചോദിക്കട്ടെ, ഇത്തരത്തിൽ ഇടതുമുന്നണിയെ നയിക്കുന്ന CPM എന്ന പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇത്തരത്തിലൊരു ആരോപണം സമൂഹത്തിന് മുൻപാകെ ഉന്നയിക്കാനുള്ള എന്ത് അവകാശമാണ് ആ പാർട്ടിക്ക്? ചോദ്യമാണ് ശ്രീ ബി റജീവൻ. CPIM-നെ പോലെ ഒരു പ്രസ്ഥാനമാണോ ഈ കേസിന്? അല്ല, അത് ഇറ്റ്സെൽഫ് റദ്ദാകുന്നതാണ്. കാരണം CPIM എന്ന് പറയുന്ന പ്രസ്ഥാനമാണോ? അല്ലല്ല റജി, അങ്ങനെ പോലെ, അങ്ങനെ പറഞ്ഞു പോകല്ലേ. ശ്രീ ബി റജി, ഞാനൊരു സംശയം ചോദിക്കട്ടെ. ഈ പരാതി, ഈ പ്രശ്നം CPIM ആണോ, DYFI ആണോ, SFI ആണോ ഈ പ്രശ്നം പുറത്തേക്ക് കൊണ്ടുവന്നത്? ആണോ? ഇരകളായ പെൺകുട്ടികൾ പറയുന്നു, ഓഡിയോ ക്ലിപ്പ് പുറത്തെത്തുന്നു, പരാതികൾ ലഭിക്കുന്നു, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുത്ത് മുമ്പോട്ട് പോകുന്നു. അതൊരു റൂൾ ഓഫ് ലോ, താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു നിയമ സംവിധാനം നിൽക്കുന്ന നാട്ടിന് അനിവാര്യമായതാണ്. അതേ ഇവിടെ നടന്നിട്ടുള്ളൂ. ഈ പരാതികളോ ഈ പ്രശ്നങ്ങളോ ഏതെങ്കിലും CPM നേതാക്കൾ പുറത്തേക്ക് കൊണ്ടുവന്നതാണോ? അല്ല. ആണോ റജി? പറ. പിന്നെ എങ്ങനെയാണ് താങ്കൾ CPIM-നെതിരെ ഇങ്ങനെ പറയാൻ്റെ കാര്യം എന്താണ്? അത് ഇറ്റ്സെൽഫ് റദ്ദാകുന്നതാണ്. ഈ പരാതിയുടെ മെറിറ്റ് എന്താണ്? ഈ പരാതിയുടെ പ്രശ്നങ്ങൾ എന്താണ്? താങ്കളൊന്ന് നോക്കൂ. അങ്ങ് ഞാൻ പറയാം. ഞാൻ അതിന് വ്യക്തമായ ഒരു മറുപടി തരാം. അതായത് ഈ കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തിലെ ഒരു MLA-ക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ ഈ CPM-ന്റെ ഭാഗമായി വന്ന മുകേഷ് എന്ന MLA ഉണ്ട്. അദ്ദേഹത്തിനെതിരെ കുറ്റപത്രം സമർപ്പിച്ചു. ഞാൻ പറയാം, അതിന്റെ കാര്യത്തിലേക്ക് പോകാം. ഞാൻ ഇവിടെ രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് നമുക്ക് ഫോക്കസ് ചെയ്യാം. കാരണം എൽദോസ് കുന്നപ്പള്ളിയുണ്ട്, വിൻസെന്റ് ഉണ്ട്, താങ്കൾ ഇപ്പോൾ പറഞ്ഞതുപോലെ ആരോപണ വിധേയനായ മുകേഷ് ഉണ്ട്. പക്ഷേ ഇതൊക്കെ ആരോപണങ്ങളാണ്, അത് തെളിയിക്കപ്പെടേണ്ടതാണ്. ഇവിടെ നോക്കൂ, ഓഡിയോ ക്ലിപ്പ് അടക്കം പുറത്തെത്തുകയാണ്, ഡിജിറ്റൽ സ്ക്രീൻഷോട്ടുകളടക്കം പുറത്തെത്തുകയാണ്. ഇതിനെതിരെ മാനനഷ്ടത്തിനൊരു കേസ് രാഹുൽ മാങ്കൂട്ടം മുമ്പോട്ട് വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇത് കാപട്യമാണ്, AI ആണെങ്കിൽ ഇല്ല. അപ്പോൾ ഈ ഓഡിയോ ക്ലിപ്പൊക്കെ ആരുടേതാണ്? അത് നമുക്കൊക്കെ ബോധ്യമുള്ളതല്ലേ? അപ്പോൾ ആരോപണങ്ങളും തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പുറത്തെത്തുന്ന വസ്തുതകളും രണ്ടും രണ്ടാണ്. ശിക്ഷയും മറ്റും കോടതി തീരുമാനിക്കട്ടെ, അതിലേക്ക് പോകാം. പക്ഷേ അതിനു മുമ്പ് പുലർത്തേണ്ട ധാർമ്മികതയില്ലേ, അത് കോൺഗ്രസ് പാർട്ടി പുലർത്തിയിട്ടുണ്ടോ? എങ്ങനെയാണ് നിയമസഭാ സമ്മേളനത്തിൽ ഈ MLA കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച MLA പങ്കെടുക്കുന്നത്? അയാൾക്കായി എന്തിനാണ് ഇങ്ങനെ വാദിക്കുന്നത് കോൺഗ്രസ്? ഇതാണ് കേരളം ചോദിക്കുന്നത്. അതിന് ഉത്തരം പറയൂ. അങ്ങ് നിഷ്പക്ഷനായി മാധ്യമ പ്രവർത്തനം നിഷ്പക്ഷമാണ്. ആടിനും ചെന്നായിക്കും ഇടയ്ക്ക് എങ്ങനെയാണ് നിഷ്പക്ഷത പാലിക്കാനാകുന്നത്? ആട്ടിനും ചെന്നായിക്കും ഇടയ്ക്ക് എന്ത് നിഷ്പക്ഷതയാണ് പാലിക്കാനാകുന്നത്? താങ്കൾ അത് വിടൂ. താങ്കൾ മാധ്യമ പ്രവർത്തകരെയൊക്കെ വിടൂ. താങ്കൾ ഇത് പറയൂ, ഇതിന്റെ മെറിറ്റ് പറയൂ. താങ്കളുടെ നേതാവ് FIR ഇട്ട് കുറ്റപത്രം സമർപ്പിച്ച ഒരു വ്യക്തിയെ സംരക്ഷിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് നമ്മുടെ നാട്ടിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ സ്ത്രീ സംരക്ഷകരെന്ന് അവകാശപ്പെടുന്ന പൊളിറ്റിക്കൽ പാർട്ടി, ഇടതുപക്ഷ പ്രസ്ഥാനം പാലക്കാട് അവിടെ തച്ചമ്പാറയിലെ കോൺഗ്രസിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് ആയിരുന്ന റിയാസ് എന്ന വ്യക്തിയെ സ്ത്രീ പീഡനത്തിന് ആ പാർട്ടി പുറത്താക്കി. അപ്പോ അവരെ ഇരു കൈകളും നീട്ടി സ്വീകരിച്ചുകൊണ്ട് CPM അതിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു, ആ പാർട്ടിയിലേക്ക് സ്വീകരിച്ചിരിക്കുന്നു. സ്ത്രീകൾക്കെതിരായി പ്രാദേശിക വിഷയങ്ങളൊന്നും ഇവിടെ പറയണ്ട. ഞാൻ ചോദിക്കുന്നത്, ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി ഈ FIR വന്നു, 10ഓളം പരാതികളുണ്ട്, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തെളിവുകൾ ശേഖരിച്ചു. അതുകൊണ്ടാണല്ലോ FIR ഇട്ടത്, കോടതിയിലേക്ക് റിപ്പോർട്ടായി പോകുന്നത്. ഇനി പറയൂ, ഇനി എന്താണ് കോൺഗ്രസ് നിലപാട്? എന്താണ് കോൺഗ്രസ് സ്വീകരിക്കേണ്ടത്? നമ്മൾ ഒരാൾക്കെതിരെ ആരോപണം ഉന്നയിക്കുമ്പോൾ അത് തെളിയിക്കുവാനുള്ള ഒരു അവസരം എന്തുകൊണ്ട് നൽകുന്നില്ല നമ്മുടെ സമൂഹം? ഞാൻ ഒറ്റ കാര്യം ചോദിക്കട്ടെ, ഇതിലെ പരാതിക്കാരി ആരാണ്? അതെന്തൊരു ചോദ്യമാണ്. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം. പാർട്ടിയിൽ നിന്നും പുറത്താക്കിയെന്ന് വീമ്പ് പറയുന്നു. പക്ഷേ നിലപാടുകളിലൊന്നും അത് കാണുന്നില്ല. അക്കത്തിലെല്ലാം ഉണ്ട്, അക്ഷരത്തിലെല്ലാം ഉണ്ട്, അക്കത്തിലൊന്നുമില്ല. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. താങ്കൾ ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിനെ താങ്കളും അടൂർ പ്രകാശും VD സതീശനും ചെന്നിത്തലയ്ക്ക് പരസ്യമായി പറയേണ്ടി വന്നു.
നേതാക്കന്മാർക്കൊക്കെ കെ മുരളീധരനും ഒരു അഴകുഴമ്പൻ നിലപാടിലാണ്. എതിർപ്പൊക്കെ ഉണ്ട് എങ്കിലും രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിൽ വരണം എന്നൊക്കെയാണ് വാദിക്കുന്നത്. എന്തിനാണ് ഇങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിലായി നിങ്ങൾ പ്രതിരോധം തീർക്കുന്നത് പുറത്താക്കിയിട്ട്? രാഹുൽ മാങ്കൂട്ടത്തിനെ അങ്ങനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കോൺഗ്രസ് പ്രസ്ഥാനത്തിൽ പിന്നെ താങ്കൾ എന്താണ് ഈ ഉടനീളം ചെയ്തുകൊണ്ടിരുന്നത്? താങ്കൾ അടക്കം എന്താണ് ഉടനീളം ചെയ്യുന്നത്? പക്ഷേ നമ്മുടെ റൂൾ ഓഫ് ലോ അനുസരിച്ച് ആരോപണ വിധേയന ആരോപണം തെളിയിക്കുവാനുള്ള ഒരു അവസരം നൽകിക്കൂടെ? മുൻകാലങ്ങളിൽ അല്ലെങ്കിൽ മുൻപ് ഇപ്പോൾ പാർലമെന്ററി CPM-ന്റെ പാർലമെന്ററി പാർട്ടി അംഗമായ മുകേഷിനെതിരെ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. എൽദോസ് കുന്നപ്പള്ളിയോ? നോക്കൂ, അവരൊക്കെ അവര് നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ടല്ലോ. അപ്പൊ രാഹുൽ മാങ്കൂട്ടം അതാണല്ലോ വിഷയം. അതാണ് അവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പരിപ്രേക്ഷ്യം, ഒരു വീക്ഷണം ഈ വിഷയത്തിൽ വേണ്ടതുണ്ട്, വേണ്ടതില്ലേ? അത് കോൺഗ്രസ് ആണ് തീരുമാനിക്കേണ്ടത്.